ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ പ്രിയങ്ക ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 11:30 കൊച്ചിയിൽ എത്തും. 12:15 UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ മത്സരിക്കുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എരിയാട് പൊതുസമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് എരിയാട് നിന്നും ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലേക്ക് തിരിക്കും. പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. നവമി ദിനേശ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഗുഡ് മോർണിംഗ്. വലിയ ആവേശത്തിലായിരിക്കും UDF ക്യാമ്പ്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി ഇന്ന് 2 പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇനി 6ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. ഇലക്ഷനിങ് അടുത്തിരിക്കെ നേതാക്കളെല്ലാം കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രചാരണങ്ങളെല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു, ഇനി അമിത്ഷാ വരാനിരിക്കുന്നു, DK ശിവകുമാർ അടക്കമുള്ള നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ കേരളത്തിൽ ഓരോ സന്ദർശനം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനമാണ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി തൃശ്ശൂരിലും ഒപ്പം ചാലക്കുടി മണ്ഡലത്തിലും പിന്നെ പ്രധാനമായും തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലുമാണ് ഇന്നത്തെ പരിപാടികൾ. 11:30 ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിൽ കൊച്ചി എയർപോർട്ടിലെത്തും. അതിനുശേഷം 12:05 ആദ്യ പ്രചാരണ സ്ഥലമായ തൃശൂർ എരിയാടേക്ക് ഹെലികോപ്റ്ററായിരിക്കും എത്തുക. അതിനുശേഷം ബെന്നി ബെഹനാൻ, ചാലക്കുടി UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ പ്രചാരണത്തിനായി വേണ്ടി അവിടെ ആയിരിക്കും ഇന്ന് പ്രിയങ്ക ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. അതിനുശേഷം 2 മണിക്കായിരിക്കും എരിയാട് നിന്നും പത്തനംതിട്ടയ്ക്ക് തിരിക്കുക. അവിടെ UDF സ്ഥാനാർത്ഥി ആന്റണിക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിലായിരിക്കും പിന്നീട് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുക. അവിടെ ഒരു പൊതുസമ്മേളനവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3:40 ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. അതിനുശേഷം 4:50 വരെ, ഏകദേശം 5 മണി വരെ തിരുവനന്തപുരത്ത് ശശി തരൂരിന് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിൽ സജീവമായി തന്നെ പ്രിയങ്ക ഗാന്ധി കാണും. അതിനുശേഷമായിരിക്കും തിരിച്ചു ഡൽഹിയിലേക്ക് പോകുക. എന്തായാലും ഇലക്ഷൻ ഇനി 5 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നേതാക്കളെല്ലാം ഈ കടുത്ത ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ടുള്ള അതികഠിനമായ പരിശ്രമത്തിലാണ്. ഏതു വിധേനയും ലോക്സഭയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളെല്ലാം ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെ പ്രമുഖരായ നേതാക്കളെല്ലാം ഓരോ ദിവസവും കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ജില്ലകളിലും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനുള്ള തത്രപ്പാടിലാണ്. എന്തായാലും ഇലക്ഷന്റെ ചൂട് അങ്ങ് കൊടുമുടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി ഇന്ന് ചാലക്കുടി മണ്ഡലത്തിൽ ബെന്നി ബെഹനാന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ കാണാനെത്തുന്നത്. ശരി നവമി, പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശശി, പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നിരവധി വിഷയങ്ങളുണ്ട് അവിടെ. ഈ അവസാന ലാപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെ ദേശീയ നേതാവ് എത്തുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് ക്യാമ്പ്? അശ്വതി, കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ 3 ടൈമും മണ്ഡലം തങ്ങൾക്കൊപ്പം നിർത്താൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്, UDF ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടുകൂടി വലിയ ആവേശത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തകർക്കിടയിലുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിക്ക് കൂന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരും. അവിടുന്ന് 2:15 റോഡ് മാർഗമാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചിട്ടുള്ള പൊതുസമ്മേളനത്തേക്ക് പ്രിയങ്ക എത്തുക. അവിടെ പ്രവർത്തകരെ പ്രിയങ്ക അഭിസംബോധന ചെയ്യും. UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 25,000-ഓളം പേര് പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ഒപ്പം സ്ഥാനാർത്ഥികൾ ഇടുക്കിയിലെയും മാവേലിക്കലെയും സ്ഥാനാർത്ഥികൾ കൂടി പങ്കെടുക്കുമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF നേതൃത്വം ഉള്ളത്. കഴിഞ്ഞ 3 ടൈമും ആന്റോണി വിജയിച്ചൊരു മണ്ഡലമാണ്. ഇപ്രാവശ്യവും മണ്ഡലം തങ്ങൾക്കൊപ്പം നിർത്തുക എന്നുള്ള വലിയൊരു പ്രയത്നം കൂടി UDF പ്രവർത്തകർക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലം പര്യടനങ്ങളും ഓരോ സ്ഥലങ്ങളിലും ഉള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ 2 മണി 2:15-നും 3 മണിക്കുള്ള പരിപാടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിക്കുക. എന്തായാലും റോഡ് ഷോ തിരുവനന്തപുരത്തുണ്ട്. പത്തനംതിട്ടയിൽ അത്തരത്തിൽ റോഡ് ഷോയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, റാലിയൊന്നുമില്ല. നേരെ മറിച്ച് ഈ പൊതുസമ്മേളനം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പൊതുസമ്മേളനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനായിരിക്കും പ്രിയങ്ക ഗാന്ധി എത്തുക. എന്തായാലും വലിയ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പോലീസിന്റെയും അതുപോലെ തന്നെ മറ്റു സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ജില്ലാ സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ശരി, ശശി നാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്.